ഇന്നപ്പോൾ ഇഫ്താർ ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പഴംപൊരിയും സമൂസയും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഓറഞ്ച് ജ്യൂസൊക്കെയാണ്. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 7:45 അപ്പം ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് മെയിൻ ഫസ്റ്റ് പരിപാടി എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി വാങ്ങണം. പിന്നെ അല്ലാതെ ചില ഷോപ്പിംഗ് ഉണ്ട്, പിന്നെയും കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ വായോ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മിഷുവിൻ്റെ ടാബിനൊരു കവറ് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഷോപ്പിൽ പോയി. പക്ഷെ അവിടെ കവർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ റോസ് കാർട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ റോസ് കാർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗ്രാൻഡ് മാൾ, ഷാർജ മുസല്ല ഗ്രാൻഡ് മാളിൻ്റെ ബാക്കിലായിട്ടാണ്. ഇവിടെ നോർമൽ ചുരിദാർ തയ്പ്പിക്കാൻ 40 ദിറംസ് ആണ് വരുന്നത്. വിത്ത് ലൈനിങ് 50 ദിറംസ്. ലൈനിങ് ഒക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്. അവിടുന്ന് പിന്നെ നേരെ റോള മാളിൽ പോയി. അപ്പോൾ ടാബിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി റുവൈസിൽ പോയി. തിരിച്ചു വന്ന് കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്നതിൻ്റെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഓൾറെഡി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കൊഴുപ്പൊക്കെ മാറിക്കിട്ടും. ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ഒരു 3 പോർഷനേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതായത് ഒരു 3/4 ചിക്കൻ. ഇനിയിപ്പോൾ ഇതാ മന്തിയുടെ മസാലയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അറബിക് മസാല എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, 2 ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്, ഒരു ഡ്രൈ ലെമണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊന്നുമില്ലാതെ ഫുള്ള് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇതാ ഫോർക്കായിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണത്. എന്ത് അറബിക് ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ചിക്കന് എപ്പോഴും 1 കിലോൻ്റെ താഴെയുള്ള ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഞാൻ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുണ്ടാവുക ഒലീവ് ഓയിലാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ മസാലകളും ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈയായിട്ട് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ആ ചിക്കനിൽ ആ മസാല നന്നായി കോട്ടാവുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കുക. ശരിക്കും ഇത്രയും മസാല മതി. പക്ഷെ ഞാൻ കുറച്ച് കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമൽ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് പതിവ്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ചിക്കൻ പെരി പെരി മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ചിക്കൻ അവിടെ മസാല ഒക്കെ തേച്ച് ഒരു 30 മിനിറ്റ്സ് എടുക്കട്ടെ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ബസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ബസ്മതി റൈസ് എപ്പോഴും ഒരു 1 അവർ സോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലേക്ക് ഇനി ഒരു തക്കാളിയുടെ പേസ്റ്റ് കൂടി വേണം, അതൊന്ന് അരച്ച് മാറ്റി വെക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കാൻ ഇടുമ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും, അതായത് ചിക്കൻ്റെ സ്കിന്നിൻ്റെ ഭാഗം വരുന്നിടത്ത് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. അതിലേക്ക് വേവിച്ച റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ച ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ചിക്കൻ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കായം പരട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണക്കമുളകും മാത്രമാണ് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഞാൻ എയർ ഫ്രയറിലാണ് ഒന്ന് സെറ്റാക്കി എടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലെ മന്തിയുടെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ അത്യാവശ്യം കച്ചറായിട്ടാണ് കിച്ചൺ കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം എന്നാൽ തുടങ്ങല്ലേ. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്പൈസസും സാധനങ്ങളൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കാണ്. നമ്മളെങ്ങനെ കുക്കിങ് കഴിഞ്ഞാലും അത് എടുത്ത സാധനങ്ങൾ അതേപോലെ തിരിച്ചു വെക്കുന്ന സ്വഭാവം എനിക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് അലങ്കോലമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പണികൾ കഴിഞ്ഞാൽ വേഗം അതൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇരുന്നോളും. എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഓർഡറൊക്കെ തെറ്റിയെന്നൊക്കെ വരും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ ഇടയ്ക്ക് പാത്രം കഴുകുമ്പോൾ ആലോചിക്കാറുണ്ട്, എവിടുന്നാണാവോ ഇത്രയും അധികം പാത്രങ്ങൾ ഇങ്ങനെ എന്നെ തേടി വരുന്നതെന്ന്. അടുക്കളയിൽ മാത്രം എത്ര പാത്രം നമ്മൾ എങ്ങനെയൊക്കെ കഴുകി വെച്ചാലും പിന്നെയും അത് വന്നുകൊണ്ടിരിക്കും. അത് എവിടുന്നാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഷ് വാഷറൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ അതും നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കിച്ചണിലെ ചെടികളെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അതിതാ ഇതുപോലെ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് എടുത്തിട്ട് അവിടെ ആ ഒരു ഏരിയ മൊത്തം തുടക്കും. എന്നിട്ട് എല്ലാ ചെടികളും ഒന്ന് നനച്ച് കുളിപ്പിച്ച് വെള്ളമൊക്കെ മാറ്റി തിരിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെടികളെ മെയിൻറ്റെയിൻ ചെയ്യാറ്.
പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ വിചാരിക്കും പണികളൊക്കെ കഴിഞ്ഞെന്ന്. ഇല്ല, ഇനി കിച്ചൺ മൊത്തം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ സൈഡും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന സാധനങ്ങളും എല്ലാം വൈപ്പ് ചെയ്യണം. എല്ലാം വൈപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് കച്ചറാവും. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി വെച്ച് ക്ലീനാക്കി വൈപ്പ് ചെയ്തെടുക്കുക. കിച്ചൺ വൈപ്പ് ചെയ്യാൻ, അതായത് മെയിനായിട്ട് കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ തന്നെ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറ് പുൽത്തൈലും അതുപോലെ തന്നെ ഡിഷ് ലിക്വിഡും പിന്നെ വിനാഗിരിയും കൂടിയിട്ടുള്ള സൊല്യൂഷനാണ്. അത് ഒരു ക്വാർട്ടർ അളവിൽ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഞാനൊരു സ്പ്രേയർ ബോട്ടിലാക്കി വെക്കും. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും. എനിക്ക് പൊതുവേ പീരീഡ്സ് ടൈം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം ഭ്രാന്ത് പോലെയാണ്. എത്ര ക്ലീൻ ചെയ്താലും എനിക്ക് മതിയാവില്ല. കാരണം അതൊരു ഒബ്സഷനാണോ അതൊരു OCD ആണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ പൊതുവേ എനിക്ക് എപ്പോഴും എല്ലായിടത്തും ക്ലീനായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയൊക്കെ വരും. അതിപ്പോൾ ഞാൻ എത്ര ക്ലീനാക്കിയ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം ഞാൻ വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു തരം അസുഖം തന്നെയാണ്. ഇന്നിപ്പോൾ പെരുന്നാൾ പ്രമാണിച്ച് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്, കഴുകിയെടുക്കാൻ പോവാണ്. ഞാനിത് നോമ്പിൻ്റെ ടൈമിൽ കഴുകിയതാണ് ഒരിക്കൽ. പക്ഷേ നമ്മളെ കിച്ചൺ അറിയാമല്ലോ, എപ്പോഴും കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ജ്യൂസൊക്കെ അടിക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് താഴെ പോവും, തട്ടിപ്പോവും. അപ്പോൾ ഒന്ന് എപ്പോഴും ക്ലീനാക്കി എടുക്കുകയാണ് നല്ലത്. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ചൂലൊക്കെ ഒന്ന് കഴുകി വെച്ച് കിച്ചൺ ഇതുപോലെ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിവിടെ റൂമിലെത്തിയാൽ മാറി കിട്ടിക്കോളും. റൂമിൽ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല പണികളുണ്ട്. കാരണം ഞാൻ ഷെൽഫിലുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്ത് പുറത്തിട്ടുണ്ട്. ഇതെല്ലാവരുടെ ഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ നോമ്പിൻ്റെ ടൈമിൽ ഒരിക്കൽ ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സുകൾ നമുക്ക് കൊള്ളാത്ത ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചാരിറ്റി ബോക്സിലിടുകയും ബാക്കി നമ്മൾ കീറിയതും പഴയതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ കിസ്വ വഴി സെല്ല് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് സമാധാനമാവില്ല. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഓർഗനൈസ് ചെയ്യാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് ഈ പ്രാന്തുകൾ കുറച്ച് കൂടുതലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേർ വിചാരിക്കുന്നുണ്ടാവും ഉമ്മാക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ, ഇതിൽ ഞങ്ങളെയും കൂടി എന്തിനാണ് എടുത്തുന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അപ്പോൾ അവരെയും ഞാൻ കൂടെ കൂട്ടും. അപ്പോൾ അവരുടെ ഡ്രസ്സുകളും കബോർഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല പീസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ, കിടന്നുറങ്ങണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.